ഇന്ന് വൻപയർ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് സമയം ഒരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചതാണ്. നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പാണ്. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത്രയും മതി. മുങ്ങി കിടന്നിട്ട് ഇത്രയും വെള്ളം. കറി അല്ലാത്തത് കൊണ്ട് അധികം വെള്ളം വേണ്ട. തീ ഒരു ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലടിച്ചിട്ട് മീഡിയം സൈസ് അല്ല ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 3 വിസിലും കൂടി വരാം. ഇനി അടച്ചു വെക്കാം. രണ്ട് വെളുത്തുള്ളി അല്ലി കൂടി ഇടുന്നുണ്ട്. ഗ്യാസിന് നല്ലതാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഓഫാക്കിയിട്ടിട്ട് കുറച്ച് സമയമായി. ഇനി ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി നോക്കട്ടെ. നല്ലോണം വെന്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റാനുണ്ട്. ഒന്ന് കത്തിച്ച് കൊടുക്കുക. അത് വറ്റുമ്പോഴേക്ക് ചട്ടി മറ്റേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത്രയും മതി. വെള്ളം വറ്റിയിട്ടുണ്ട്. ഓഫാക്കുക. കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടട്ടെ. ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളി ഒരു 5-8 എണ്ണം മുറിച്ച് വെച്ചതാണ്. അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഈ ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ടുണ്ട്. 2 വറ്റൽമുളക് ചതച്ചതാണിത്. ഒന്ന് ചതച്ചാൽ മതി. നന്നായിട്ട് പൊടിയണ്ട. ഇളക്കി കൊടുക്കുക. കുറച്ച് ടീസ്പൂണ്, 1 ടീസ്പൂൺ വേണമെന്നില്ല കേട്ടോ. പയർ കൂടുതലാണെങ്കിൽ കൂടുതലുള്ളതിന് അനുസരിച്ച് വറ്റൽമുളകും കുരുമുളക് പൊടിയൊക്കെ കൂട്ടി കൊടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പയറിട്ട് വെക്കാം.
പയർ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോവരുത്, കലങ്ങി പോവരുത്. ഇനി ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. സ്റ്റവ് ഓഫ് ചെയ്യുക. കേട്ടിട്ടുണ്ട്, ഉപ്പെല്ലാം പാകമാണ്. ഓഫ് ചെയ്യുക. ഇനി ഒരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ പയർ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.